നമ്പർ സീരീസിലെ കുറച്ച് ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ്. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാലോ 16 ആണല്ലേ വരുന്നത്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ 63. അപ്പോൾ ഇത് തമ്മിൽ ഒരു ബന്ധം നമുക്ക് കണ്ടാൽ ഫീൽ ചെയ്യില്ല. പക്ഷേ വേറൊരു രീതി നോക്കിക്കഴിഞ്ഞാലോ ഈ 13 ഇതും തമ്മിൽ വലിയ വ്യത്യാസമില്ല. പക്ഷേ ഇതും 14 30 തമ്മിൽ ഈ 14ൻ്റെ ഇരട്ടിയോട് ഒരു 2 കൂടുതലുണ്ട് അല്ലേ. അതേപോലെ ഇത് നോക്കിയേ 3 ഇരട്ടിയിലേക്ക് വരുന്നുണ്ട് അല്ലേ. ഇത് ഓൾമോസ്റ്റ് ഒരു 4 ഇരട്ടിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇൻറ്റു 1 + 1 ആണെന്നുണ്ടെങ്കിൽ 13 × 1 + 1 ആണെന്നുണ്ടെങ്കിൽ 14 നമുക്ക് കിട്ടും. അതേപോലെ തന്നെ 14 × 2 + 2 ആണെന്നുണ്ടെങ്കിലോ 28 + 2 30 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആ മെത്തേഡ് എന്ന് പറയുന്നത് ഇതാവാനാണ് ചാൻസ്. അപ്പോൾ അടുത്തും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 30ൻ്റെ 3 ഇരട്ടി 90 + 3 93. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഈ ഒരു മെത്തേഡിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആയി വരുമ്പോഴേക്കും ഇവിടെ 5 വരും, ഇവിടെ ആയി വരുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ് ചെയ്തേക്കാം. +2 5 ആണ് കേട്ടോ. ഇവിടെ ആകുമ്പോഴേക്ക് 6 + 6 വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 5 30, 30ഉം ഈ ഒരു 6 നമുക്ക് പ്ലസ് ചെയ്യണ്ടല്ലോ. അപ്പോൾ അത് പ്ലസ് ചെയ്ത് 6. ഇനി 6ഉം 8ഉം 48ഉം ആ 3 ഉണ്ടല്ലോ അവിടെ 51 1 5. പിന്നെയും 48ഉം 5ഉം 53 3 5. പിന്നെ 6ഉം 5ഉം 11. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ് 11 316, അതായത് 11,316. ഈ 1885 ശേഷം വരുന്നത് എന്താണ് 11 316, അതായത് 11,316 ആയിരിക്കും. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ.